ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തിടെ മാലിദ്വീപിലെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൗതുകകരമായൊരു മന്ത്രിസഭാ യോഗം കൂടുകയുണ്ടായി. കടലിനടിയിൽ മത്സ്യക്കൂട്ടങ്ങളുടെയും പവിഴപ്പുറ്റുകളുടെയും ഇടയിലായിരുന്നു ആ യോഗം. ആഗോളതാപനത്തിന്റെ ചർച്ചകളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. കാരണം മറ്റൊന്നും ആയിരുന്നില്ല. ആഗോളതാപനത്തിന്റെ ഫലമായി കടൽ വെള്ളം ഉയരുകയാണെങ്കിൽ ആദ്യം മുങ്ങിപ്പോകുക മാലിദ്വീപ് തന്നെയായിരിക്കും. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാലിന്യങ്ങൾ ഇന്ന് നഗരങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അവ ഗ്രാമങ്ങളുടെയും കൂടിയാണ്. പൊട്ടിപ്പുറത്ത് ശീവോതി അകത്ത് എന്ന പഴയ നാട്ടാചാരം കൊണ്ട് മാത്രം പുറന്തള്ളാവുന്ന മാലിന്യങ്ങളല്ല ഇന്ന് നാം സൃഷ്ടിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനായി പുത്തൻ സാങ്കേതിക വിദ്യകളും വിഭവ സമാഹരണവും കൃത്യമായ സംഘാടനവും ഒക്കെ ആവശ്യമാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ മാലിന്യ സംസ്കരണത്തിനായി പുതിയ പുതിയ ആശയങ്ങളും മാതൃകകളും ഒക്കെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂർ ജില്ലയിലെ കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ. കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി അശോകൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ നാരായണൻ, മെമ്പർ ശ്രീമതി AN റീന, മെമ്പർ ശ്രീമതി TV ഉഷാറാണി, മെമ്പർ ശ്രീമതി PV പ്രേമവല്ലി എന്നിവരാണ്. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ KP കണ്ണൻ, ശ്രീ R ഹേലി, ശ്രീമതി നിർമ്മല സാനു ജോർജ്, സോഷ്യൽ ഡെവലപ്മെന്റ് എക്സ്പെർട്ട് ഡോക്ടർ ലത ഭാസ്കർ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി 1997 ചപ്പാരപ്പടവിന്റെ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് കിലയുടെ ഡയറക്ടറായി ഇപ്പോൾ ചണ്ഡീഗഡിൽ സെന്റർ ഫോർ റിസർച്ച് ഇൻ റൂറൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ ഡയറക്ടറും കൂടിയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ PP ബാലനാണ്. വികേന്ദ്രീകൃത ആസൂത്രണ രംഗത്തെ വിദഗ്ധന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. സർ, സ്വാഗതം. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് എങ്ങനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രേക്ഷകർക്ക്? കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് 1963 രൂപം കൊണ്ട പഞ്ചായത്താണ്. ചരിത്രത്തിൽ 1955 കീഴൂർ ചാവശ്ശേരി 2 പഞ്ചായത്തുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് രൂപം കൊണ്ടത്. കണ്ണൂർ ജില്ലയിൽ ഏകദേശം 65.65 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും 37,358 ജനസംഖ്യയും ഉൾക്കൊള്ളുന്നതാണ് പഞ്ചായത്ത്. ജില്ലയിൽ തന്നെ പ്രസിദ്ധമായ പഴശ്ശി ടൂറിസം, അതോടൊപ്പം തന്നെ പഴശ്ശി അണക്കെട്ട് ഉൾപ്പെടുന്ന പഞ്ചായത്താണ്. കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം. നാട്ടുകാഴ്ചകളിലേക്ക്. കോട്ടയം രാജവംശത്തിന്റെ തെക്കേ കോവിലകത്തിന്റെ ആസ്ഥാനം ചാവശ്ശേരിയാണ്. ഈ കോവിലകവുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളും വലിയ കുളങ്ങളും മറ്റും ഇന്നും ഈ പ്രദേശങ്ങളിൽ കാണാം. പഴശ്ശി റിസർവോയർ പ്രദേശമാണ് ഇത്. വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പഴശ്ശി ഡാം. കണ്ണൂർ ജില്ലയിലെ എല്ലായിടത്തേക്കുമുള്ള കുടിവെള്ളം ഈ ഭാഗത്തു നിന്നുമാണ് പമ്പ് ചെയ്യുന്നത്. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ മാതൃകകളാണ് കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിനുള്ളത്? സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസനത്തെ സമീപിക്കാറ്. ഉൽപാദന സേവന മേഖലയിലെല്ലാം ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയൊരു പഞ്ചായത്താണ്. ഈ നേട്ടങ്ങൾ കേവലം സംസ്ഥാന ഗവൺമെൻറ് വികസന ഫണ്ടോ അല്ലെങ്കിൽ നിലവിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരപ്പെട്ട നികുതി വരുമാനം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല എന്നതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കാശ് പോലുമില്ലാതെ പൂർണ്ണമായി ഗുണഭോക്താക്കളുടെ വിഹിതം സമാഹരിച്ചുകൊണ്ട് ഒരു കോംപ്ലക്സ് നിർമ്മിച്ച് അതിനകത്തുള്ള വരുമാനവും കൂടി ഏകദേശം 20 ലക്ഷം റുപ്യ ഒരു വർഷം വരുമാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ആ കോംപ്ലക്സാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉയർത്തി കാണിക്കുന്നത്. കീഴൂർ ചാവശ്ശേരിയുടെ വികസന ദൃശ്യങ്ങളിലേക്ക്. കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ടൗൺ ഇരിട്ടിയാണ്. ഈ ടൗണുമായി ബന്ധപ്പെട്ടാണ് കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിന്റെ ചില പ്രധാന പദ്ധതികൾ മുന്നോട്ട് നീങ്ങുന്നത്.
നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശമാണ് ഇരിട്ടി ടൗൺ. അതുകൊണ്ട് തന്നെ 2 ടണ്ണോളം മാലിന്യങ്ങളാണ് ഇവിടെ നിന്നും ദിനംപ്രതി പുറന്തള്ളപ്പെടുന്നത്. ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് 2 പദ്ധതികളാണ്: ഗ്രീൻ സിറ്റിയും ക്ലീൻ സിറ്റിയും. ക്ലീൻ സിറ്റിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന വാഹനമാണ് ഈ കാണുന്നത്. പഞ്ചായത്ത് വക വണ്ടി എല്ലാ ദിവസവും ഇരിട്ടി ടൗണിന്റെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. രാവിലെ 6 മുതൽ 11 മണി വരെയാണ് ഇവർ ഇരിട്ടിയിലെയും അനുബന്ധ സ്ഥലങ്ങളിലെയും വേസ്റ്റുകൾ ശേഖരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയും ജൈവ മാലിന്യങ്ങളെയും വേർതിരിച്ച് സംസ്കരിക്കുന്ന ഒരു പ്ലാന്റിന്റെ പണികൾ ഇപ്പോൾ ഇവിടെ നടന്നുവരികയാണ്. സിറ്റി പോലെ തന്നെ പഞ്ചായത്തിന്റെ മറ്റൊരു പദ്ധതിയാണ് ഗ്രീൻ സിറ്റി. ഇരിട്ടി ടൗണിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് 150ഓളം വൃക്ഷത്തൈകളാണ് പഞ്ചായത്ത് വെച്ചുപിടിപ്പിച്ചത്. പോലീസുകാർ, ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ, വ്യാപാരികൾ എന്നിങ്ങനെ വിവിധ തുറയിലുള്ളവരാണ് ഈ വൃക്ഷങ്ങളെ പരിപാലിച്ചു പോരുന്നത്. ക്ലീൻ സിറ്റി പോലെ ഗ്രീൻ സിറ്റി പദ്ധതിയും ഇപ്പോൾ നാട്ടുകാർക്ക് ഒരു വലിയ ആശ്വാസമായി വരികയാണ്. ടൗണിന്റെ പൊടിപടലങ്ങൾക്കും ചൂടിനുമിടയിൽ പൊറുതിമുട്ടുന്ന നാട്ടുകാർക്ക് ഗ്രീൻ സിറ്റി പദ്ധതി പ്രകാരം ഈ ടൗണിൽ നട്ടുപിടിപ്പിച്ച 150ഓളം വൃക്ഷത്തൈകൾ ഒരാശ്വാസമായി മാറുകയാണ്. മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ചുമട്ടുതൊഴിലാളികൾ, വ്യവസായികൾ, പോലീസ്, ഡ്രൈവർമാർ എന്നിവരുടെ സഹായത്തോടെ പഞ്ചായത്ത് ഗ്രീൻ സിറ്റി പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ 3 വർഷത്തോളമായി തണൽമരം വെച്ചുപിടിപ്പിച്ചിട്ട് ഇതിൻ്റെ എല്ലാവിധ സംരക്ഷണവും പ്രധാനമായും നൽകുന്നത് ഞങ്ങൾ ചുമട്ടുകാരാണ്. അതോടൊപ്പം തന്നെ ടാക്സിക്കാരും ഇതിനു വേണ്ടുന്ന എല്ലാ സംരക്ഷണവും നൽകുന്നുണ്ട്. വെള്ളമൊഴിച്ച് ഈ രീതിയിൽ ഈ തണൽമരം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇരിട്ടി ടൗണിലെ ഒരു ടീ ഷോപ്പ് ഉടമയും പരിസ്ഥിതി പ്രവർത്തകനുമായ അതുല്യ രാജൻ ഗ്രീൻ സിറ്റി പദ്ധതിയിൽ സജീവ പങ്കാളിയാണ്. ഇത് സർക്കാരിൻ്റെ വഴിയോരം തണലോരം എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ സർക്കാർ ഫോം ചെയ്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ മുതൽ ഇവിടെ ഈ ഏരിയ മുഴുവൻ വിളക്കോട് വരെ ഉള്ള ആളുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വെച്ചുപിടിപ്പിക്കുമ്പോൾ ആദ്യം കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. അത് വളർത്താൻ വേണ്ടി ചെറിയ ആളുകൾ, ചില കച്ചവടക്കാരടക്കം അത് കട്ട് ചെയ്ത് മാറ്റിക്കളയും. അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും ഞങ്ങൾ പ്രക്ഷോഭവും പരിപാടികളും അവർക്കെതിരായിട്ടും അതിനെ വനവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ ബന്ധപ്പെട്ട് കേസൊക്കെ ചാർജ് ചെയ്തിട്ട് അങ്ങനെ ഒരളവോളം പിടിച്ചു. അപ്പോൾ ഇനിയും ഈ അടുത്ത വർഷം ഈ മഴ വരുന്നതോടുകൂടി ഇനിയും കുറച്ചുകൂടി കൂടുതൽ വെക്കാനുണ്ട്. നെല്ലി, കൊന്ന, പേര, പെരിഞ്ഞി എന്നിങ്ങനെ പലവിധം വൃക്ഷത്തൈകളാണ് ഇരിട്ടിയിലും പരിസര പ്രദേശങ്ങളിലും നട്ടത്. 3 വർഷങ്ങൾക്ക് മുൻപ് നട്ട ഈ തൈകൾ ഇപ്പോൾ നന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. തനത് ഫണ്ട് കണ്ടെത്തുക എന്നത് മിക്ക പഞ്ചായത്തുകളെയും സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ഒരു കടമ്പ തന്നെയാണ്. എന്നാൽ ഇരിട്ടി ടൗണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഗരവൽക്കരണത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് തനത് ഫണ്ട് കണ്ടെത്തുന്നത്. തനത് ഫണ്ട് വർധനവ് എന്ന ചിന്തയാണ് കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിനെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക എന്ന ആശയത്തിലേക്ക് തിരിച്ചത്. 1.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പഞ്ചായത്ത് വക ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. പഞ്ചായത്തിന് ഇതിനായി 1 രൂപ പോലും മുതൽ മുടക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. 1.5 കോടി രൂപയായിരുന്നു കെട്ടിട നിർമ്മാണത്തിനായി പഞ്ചായത്ത് കണ്ടെത്തേണ്ടിയിരുന്നത്. പൊതുലേലത്തിൽ 30 മുറികൾ വിറ്റപ്പോൾ തന്നെ പഞ്ചായത്തിന് 3 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റായി ലഭിച്ചു. പൊതുലേലത്തിലാണ് ഈ കോംപ്ലക്സിലെ മുറികളെല്ലാം വിറ്റത്. ഒരു മുറിക്ക് 6 ലക്ഷം രൂപയിൽ തുടങ്ങി മത്സരാർത്ഥത്തിൽ 38 ലക്ഷം രൂപ വരെ ഈ മുറികൾക്ക് ലഭിച്ചിട്ടുണ്ട്. വാടക ഇനത്തിൽ മാത്രം ഒരു മാസം 1,34,000 രൂപയായിരിക്കും പഞ്ചായത്തിന് ലഭിക്കുവാൻ പോകുന്നത്. 4 നിലയ്ക്കുള്ള ബിൽഡിംഗ് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2 നിലയാണ് ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. 2009-2010 സാമ്പത്തിക വർഷത്തിൽ പണി ആരംഭിച്ച ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് 3 മാസത്തിനുള്ളിൽ പണി തീരുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. തനത് ഫണ്ടിലൂടെ ഉണ്ടാവുന്ന വർധനവ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സേവന ഉൽപാദന മേഖലയിലേക്കും തിരിച്ചുവിടുവാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. കീഴൂർ ചാവശ്ശേരിയുടെ വികസന പദ്ധതികളെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് നമ്മുടെ ജഡ്ജസിന്. ഈ പഞ്ചായത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് ഇത് ഒരു നഗരമാണോ അതോ ഗ്രാമമാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. വളരെയധികം ജനസാന്ദ്രതയും പിന്നെ എന്താ പറയുക ടൗണ്, അതുകൊണ്ടാണല്ലോ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതൊക്കെ അവിടെ ഉയർന്നു വരുന്നത്.
അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണോ ഇത്? ഞാൻ ചോദിക്കാൻ കാരണം, നിങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ കാര്യമല്ല, പക്ഷേ ആ പ്രദേശത്തിൻ്റെ കിടപ്പും അവിടെയുള്ള തൊഴിൽ, വ്യാപാരം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പ്രദേശത്തിന്റെ കിടപ്പ് തീർച്ചയായിട്ടും ഗ്രാമപ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. ഗ്രാമപ്രദേശമായിട്ട് ബന്ധപ്പെട്ട അതേ സമയത്ത് തന്നെ നഗരവൽക്കരണത്തിന്റെ സാധ്യതയും വളരെയധികം ഉണ്ട് അല്ലേ? ഈ മലയോര മേഖലയുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. അപ്പോൾ ചെറിയ പ്രദേശം മാത്രമേ നഗരവൽക്കരണത്തിൽ വരുന്നുള്ളൂ. മറ്റുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഗ്രാമപ്രദേശമായിട്ട് നിലനിൽക്കുകയാണ്. ഒരു 4-5-6 പഞ്ചായത്തിന്റെ ഒരു കേന്ദ്രമാണ് ഇത്. പഞ്ചായത്തിനെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത് ഇരിട്ടി പട്ടണത്തെയാണ്. അപ്പോൾ ആ പ്രദേശം മാത്രമേ, ചെറിയൊരു പ്രദേശം മാത്രമേ ഈ നഗരവൽക്കരണത്തിൽ പെടുന്നുള്ളൂ. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിൽക്കുന്ന സ്ഥലം പഞ്ചായത്തിന്റെ ആണ്? അതെ, പഞ്ചായത്തിൻ്റെതാണ്. അപ്പോൾ ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് ഷോപ്പിംഗ് സൗകര്യങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെ അടുത്ത് മുൻകൂർ പണം വാങ്ങി കിട്ടുന്ന ഒരു ലേലത്തിലൂടെ സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ പിന്നെ അംഗീകരിച്ച ഒരു ബൈലോ സംസ്ഥാന ഗവൺമെന്റ് അനുമതിയോടുകൂടി അതിന്റെ റൂം, അതിന്റെ വിസ്തൃതി, അതിന്റെ ഫേസ് ഉൾപ്പെടെ ബഹുജന സമക്ഷം സമർപ്പിച്ച് സുതാര്യമായിട്ടുള്ള ലേലം, ആ ലേലത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വിളിച്ചു ചേർക്കുന്ന ഫണ്ട് എത്രയാണോ അതിനടിസ്ഥാനപ്പെടുത്തി, അതായത് പിന്നെ ഫിക്സഡ് റേറ്റ്, പിന്നെ ഡെപ്പോസിറ്റ്, പിന്നെ റെന്റ് മുൻകൂട്ടി ഗ്രാമപഞ്ചായത്ത് നിശ്ചയിക്കും. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ലേലം. അപ്പോൾ എത്ര പിന്നെ കടകൾ അങ്ങനെ അവിടെ വരാൻ സാധ്യതയുണ്ട്? 44 മുറികൾ. 44 മുറികളുള്ള ഒരു കോംപ്ലക്സും പഴയ കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് 1ാം നില ഒരു 16 മുറികളുള്ള മറ്റൊരു കോംപ്ലക്സും, ഇങ്ങനെ 2 കോംപ്ലക്സ് ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു മുൻഗണന പദ്ധതിയായിട്ട് ഉയർന്നു വരാനുള്ള സാഹചര്യം എന്താണ്? സാഹചര്യം തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പ്ലാൻ ഫണ്ടും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് എന്നത് നമുക്കെല്ലാം അറിയാം ഏതൊക്കെ വിധത്തിലാണ് നമുക്ക് സമാഹരിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ 2 കൂടി യോജിപ്പിച്ചാൽ പൊതുവിൽ അവിടെയുള്ള ഉൽപാദന, സേവന, മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് തീർച്ചയായിട്ടും കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും എന്ന ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സാധ്യത പഞ്ചായത്ത് കൈകാര്യം ചെയ്തു. ശരി, എനിക്ക് താല്പര്യമുള്ള വേറൊരു വിഷയം, ഇവിടെ പഞ്ചായത്തിൻ്റെ ചില സൗകര്യങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആശുപത്രിയിൽ പ്രസവിക്കുന്ന കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട്. അതുമാതിരി വേറെ ഏതെല്ലാം സേവനങ്ങൾ കമ്പ്യൂട്ടർ മുഖാന്തരം നിങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? പെൻഷൻ പൂർണ്ണമായിട്ട് കമ്പ്യൂട്ടറിലേക്കാണ് ഞങ്ങൾ കൊടുക്കാറ്. അതുപോലെ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഗുണഭോക്താവിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പെൻഷൻ സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കുന്ന സമയത്ത് തന്നെ സമയപരിമിതി പിന്നെ പരിഗണിക്കാതെ, ജീവനക്കാരുടെ പിന്നെ അപര്യാപ്തതയും കാര്യങ്ങളെല്ലാം നോക്കാതെ സമയബദ്ധമായിട്ട് ബന്ധപ്പെട്ട ഗുണഭോക്താവിന്റെ കയ്യിൽ പെൻഷൻ കൊടുക്കാൻ സാധിക്കും എന്നതാണ് ഈ ഇതുകൊണ്ട് ഞങ്ങൾക്കുള്ളൊരു. അപ്പോൾ എത്ര പേർക്ക് പെൻഷൻ, പല വിധത്തിലുള്ള പെൻഷൻ കൊടുക്കുന്നുണ്ട്? പല വിധത്തിലുള്ള പെൻഷൻ 2143 പെൻഷൻ കൊടുക്കുന്നുണ്ട്. 2143. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? അവർ വന്ന് വാങ്ങുകയാണോ അതോ മണി ഓർഡർ അയക്കുകയാണോ? മണി ഓർഡർ അയക്കുമ്പോൾ ചിലവ് കൂടുതലല്ലേ? ഒരു മണി ഓർഡർ അയക്കാനായിട്ട് പോസ്റ്റ് ഓഫീസ് ചാർജ് ചെയ്യുന്നത് 5 മുതൽ 10 രൂപയൊക്കെയാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസുമാരുമായിട്ട് നിങ്ങളൊരു ഇടപാട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചെക്ക് കൊടുത്താൽ അടുത്ത മാസം ഇത്ര തീയതി എല്ലാവർക്കും പെൻഷൻ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിലവ് കുറയ്ക്കാൻ പറ്റില്ലേ? ഓരോരുത്തർക്കും മണി ഓർഡർ ഫോം പൂരിപ്പിച്ച് കൊടുക്കുന്നതിന് പകരം പോസ്റ്റ് ഓഫീസുമായിട്ടൊരു ധാരണയുണ്ടാക്കിയാൽ ഞങ്ങൾ തരുന്ന ലിസ്റ്റ് ഇത്ര പെൻഷൻ ഇന്ന ആൾക്കാർക്ക് ഈ അഡ്രസ്സിൽ കൊടുക്കണം, ഒരു ചെക്ക് കൊടുക്കുക. അങ്ങനെ തമിഴ്നാട്ടിൽ പല സ്ഥലത്തും നടപ്പാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന് ജനങ്ങളുടെ ഇടയിൽ വളരെ വിശ്വാസമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് നിങ്ങളുടെ ഈ ഷോപ്പിംഗ്